ഗസയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ആക്രമണം തുടരുന്നു. യുക്രൈൻ യുദ്ധം നിർത്താൻ പുടിൻ സമ്മതം മൂളിയിട്ടും അവിടെയും യുദ്ധം നിലയ്ക്കുന്നില്ല. യുദ്ധം തുടരുന്നതിന് കാരണം അമേരിക്കൻ മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ പത്രപ്രവർത്തകൻ ടക്കർ കാൾസൺ. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിന് ആക്കം കൂട്ടാൻ ബ്ലിങ്കൻ നന്നായി കഴിയുന്നതെല്ലാം ചെയ്തെന്നും അത് നിയമവിരുദ്ധമാണെന്നും മാധ്യമപ്രവർത്തകനായ മാറ്റ് തൈബിക്ക് നൽകിയ അഭിമുഖത്തിൽ കാൾസൺ പറഞ്ഞു. എല്ലാത്തിനും പിന്നിൽ ബ്ലിങ്കന്റെ വിരലടയാളം ഉണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ബൈഡൻ ഭരണകൂടത്തെ നയിച്ചതും കുറേ മാസങ്ങളോളം അമേരിക്കയിൽ പ്രസിഡന്റിന്റെ റോൾ ഏറ്റെടുത്ത് നടത്തിയതും ബ്ലിങ്കനാണെന്നും കാൾസൺ പറയുന്നു. റഷ്യയുമായി ഒരു യഥാർത്ഥ യുദ്ധത്തിനാണ് ബ്ലിങ്കൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആദ്യം മുതൽ റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ബ്ലിങ്കന്റെ ചരടുവലികൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. യുക്രൈനിൽ സമാധാന ചർച്ച നടത്താനുള്ള ജോയിന്റ് ചീഫ്സ് ചെയർമാൻ മില്ലിയുടെ നിർദ്ദേശം 2022 അവസാനത്തിൽ ബ്ലിങ്കൻ നിരസിച്ചിരുന്നു. യുക്രൈനിലേക്ക് കൂടുതൽ നൂതനമായ ആയുധങ്ങൾ അയക്കുന്നതിനായി ബ്ലിങ്കൻ വാദിച്ചെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. യുക്രൈൻ സംഘർഷത്തിൽ അമേരിക്കയുടെ കൈകടത്തൽ വർദ്ധിച്ച് യുദ്ധം ഇത്രയും വഷളാക്കിയതിലും ബ്ലിങ്കന്റെ പങ്ക് വലുതാണ്. 2021 അവസാനത്തിൽ യുക്രൈൻ ഡോൺബാസിനടുത്ത് സൈന്യത്തെ വിന്യസിച്ച് റഷ്യയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ നാറ്റോയുടെ എല്ലാ പിന്തുണയും യുക്രൈനുണ്ടെന്ന് ഉറപ്പാക്കാൻ ബ്ലിങ്കൻ യുക്രൈൻ്റെ വിദേശകാര്യമന്ത്രിയോട് പറഞ്ഞിരുന്നു. യുദ്ധം തുടങ്ങി മാസങ്ങൾക്കിപ്പുറം ബ്ലിങ്കന്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മറ്റ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഏജൻസികളുമായും പെന്റഗണുമായും ചേർന്ന് യുക്രൈൻ പ്രതിസന്ധി റഷ്യക്കെതിരായ സമ്പൂർണ്ണ നാറ്റോ യുദ്ധത്തിലേക്ക് വഴിതിരിച്ചു വിടുകയും ചെയ്തു. 100 കണക്കിന് ബില്യൺ ഡോളർ സൈനിക സഹായമായി യുക്രൈൻ അയക്കുകയും യുദ്ധം ആളിപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ബ്ലിങ്കൻ തുറന്നിടുകയും ചെയ്തു. അമേരിക്കൻ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ബ്ലിങ്കന്റെ ഈ നീക്കങ്ങളിൽ അത്ഭുതങ്ങളൊന്നുമില്ല. സംഘർഷ മേഖലയിലെ സൈനിക ഉദ്യോഗസ്ഥരും വിദേശ കൂലിപ്പടയാളികളും നാറ്റോയിൽ നിന്നുമെത്തിയ ആയുധ സംവിധാനങ്ങളുമാണ് ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ പിന്നിൽ ബ്ലിങ്കൻ തന്നെയാണ് കളിച്ചത്. യുക്രൈനെ ഒരിടത്ത് റഷ്യ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇപ്പുറത്ത് ഇസ്രായേലിന്റെ നരവേട്ടയിലേക്കും ബ്ലിങ്കൻ ചുവടുവച്ചു. 2023 ഒക്ടോബർ 7 ഇസ്രായേൽ ഗസയ്ക്ക് നേരെ മാരക ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നാണ് അന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം ടെലവീവിൽ നിന്നുകൊണ്ട് ബ്ലിങ്കൻ വാക്ക് കൊടുത്തത്. പറഞ്ഞ വാക്ക് ഒരിക്കലും ബ്ലിങ്കൻ തെറ്റിച്ചിട്ടുമില്ല. 2023 അവസാനം മുതൽ 2024 പകുതി വരെ അമേരിക്ക ഇസ്രായേലിന് നിരവധി ആയുധങ്ങൾ നൽകി സഹായിച്ചിരുന്നു. അതേ മാസം ഗസയിൽ ഇസ്രായേൽ 70,000 ടൺ ബോംബുകൾ വർഷിച്ചതായി ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വേണമെങ്കിൽ ആയുധം കൊടുക്കാതിരിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും ബൈഡനെ നിർബന്ധിക്കാമായിരുന്നു. പക്ഷേ അതിനൊന്നും ബ്ലിങ്കൻ തയ്യാറായിരുന്നില്ല. 2021 ബൈഡൻ അധികാരത്തിലേറിയതിനു ശേഷം അമേരിക്കയും ഉത്തര കൊറിയയുമായി പരസ്പര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടത്താനിരുന്ന കൂടിക്കാഴ്ചയ്ക്കും വിലങ്ങുതടിയായത് ബ്ലിങ്കൻ തന്നെയാണ്. ആ കൂടിക്കാഴ്ച മുടക്കുക മാത്രമല്ല, പകരം ബ്ലിങ്കന്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ദക്ഷിണ കൊറിയയുമായും ജപ്പാനുമായും ഒരു പുതിയ ത്രികക്ഷി സുരക്ഷാ ഉടമ്പടി ചർച്ച ചെയ്യുകയും ചെയ്തു. ചൈനയ്ക്കെതിരെയും അമേരിക്കയെ പ്രകോപിപ്പിച്ച് ദക്ഷിണ ചൈന കടലിൽ സംഘർഷം ആളിക്കത്തിച്ചത് ബ്ലിങ്കനാണ്.